ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 116 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യം. യഹോവയുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും വിളിച്ചപേക്ഷിക്കുന്നു. നമുക്കൊന്ന് പറയുവാൻ കഴിയട്ടെ, യഹോവൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളായിരുന്ന സാഹചര്യത്തിൽ ചുറ്റുപാടുകളിൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടി മറുപടി അയച്ച ഒരു നല്ല കർത്താവില്ലേ? നമ്മൾ ഹല്ലേലൂയ നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് തക്ക സമയത്ത് ഹല്ലേലൂയ നമ്മുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന നല്ലൊരു കർത്താവില്ലേ? നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ല, ആ തലമുറകൾക്ക് വേണ്ടി തമ്പുരാൻ പ്രവർത്തിച്ചില്ലേ? ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് പറയുവാൻ കഴിയും, യഹോവയുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് സ്നേഹിക്കുവാൻ കഴിയത്തില്ലയോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലയോ? നമ്മുടെ യാചന കേട്ടില്ലയോ? നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഹല്ലേലൂയ, വേദനയുടെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, നെടുവീർപ്പിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരു നല്ല കർത്താവില്ലയോ? നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി തക്ക സമയത്ത് മറുപടി അയച്ച ഒരു നല്ല കർത്താവില്ലയോ? ആ കർത്താവിനെ നമുക്കൊന്ന് സ്നേഹിക്കുവാൻ കഴിയത്തില്ലയോ? നമുക്ക് ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കടന്നു വന്ന് ഹല്ലേലൂയ ആ കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയത്തില്ലയോ? എന്നിട്ട് പറയാം, അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചോണം ഞാൻ ജീവകാലമൊക്കെ, ഒരു ദിവസം മാത്രമല്ല, ഞാൻ ജീവകാലമൊക്കെ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. കാരണം എന്താ? എൻ്റെ ഹല്ലേലൂയ അവൻ്റെ ചെവി, ദൈവത്തിന് സ്തോത്രം, തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട്, നമ്മുടെ ഹല്ലേലൂയ കണ്ണുനീര് കണ്ടതുകൊണ്ട്, നമ്മുടെ വേദന കണ്ടതുകൊണ്ട് എന്താ, ഞാൻ ജീവകാലമൊക്കെയും എൻ്റെ ദൈവത്തെ വിളിക്കും, ഞാൻ ആരാധിക്കും, ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് അതിൻ്റെ ഒരു വാക്യം പ്രകാരമുണ്ട്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിനും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും ഹല്ലേലൂയ രക്ഷിച്ചിരിക്കും. എത്ര പേർക്ക് പറയുവാൻ കഴിയും പ്രിയമുള്ളവരെ? പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിച്ചവന്, മരിക്കാറായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലയോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രോഗം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലയോ? അതിൽ നിന്ന് നമ്മുടെ പ്രാണനെ വിടിവിച്ച് ഹല്ലേലൂയ നമ്മെ നിർത്തിയ ഒരു കർത്താവില്ലയോ? ഹല്ലേലൂയ, കർത്താവിനെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എന്നിട്ട് പറയാം, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് ഹല്ലേലൂയ കരഞ്ഞ വിഷയമില്ലയോ? കണ്ണുനീരൊഴുക്കിയ വിഷയമില്ലയോ? പ്രിയമുള്ളവരെ, അതിൽ നിന്ന് കർത്താവ് വിടിവിച്ചില്ലയോ? എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നൊരു കാലിനെ വീഴ്ചയിൽ വീണു പോകാമായിരുന്നു, ഞാൻ തകർന്നു പോകാമായിരുന്നു, ഞാൻ ഇല്ലാതായി പോകാമായിരുന്നു, അവിടെ നിന്നൊക്കെ എൻ്റെ കർത്താവ് എന്നെ വിടിവിച്ച് കൊണ്ടുവന്നു എന്ന് എത്ര പേർക്ക് ധൈര്യത്തോട് ഹല്ലേലൂയ ഇന്ന് രാവിലെ സമയം പറയുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞാൻ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ദൈവത്തിന് സ്തോത്രം. എൻ്റെ കണ്ണിനെ കാലിനെ വീഴ്ച പ്രാണനെ മരണത്തിൽ നിന്നെ വിടിവിച്ച കർത്താവിന് ഞാൻ എന്ത് പകരം കൊടുക്കുമെന്ന്. എന്നിട്ട് പറയാം, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അതാ പ്രിയമുള്ളവരെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്തിട്ട് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും, ദൈവസന്നിധി കടന്നു വന്ന് ഞാൻ പ്രാർത്ഥിക്കും, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, എനിക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് അവിടെ നിന്ന് നന്ദി ഞാൻ കരയേറ്റുമെന്ന് എത്ര പേർക്ക് കഴിയും? ഇന്ന് പലരും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ മുടക്കി അല്ലെ ഉപേക്ഷയായി വിചാരിച്ച് ഭവനത്തിലൊക്കെ ആയിരിക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ, എന്തിനാ പോകുന്നത്? ഹല്ലേലൂയ, നമുക്കൊന്ന് പുറകോട്ട് നമ്മുടെ അവസ്ഥകളെ ഒന്ന് ചിന്തിക്കാം പ്രിയമുള്ളവരെ. ഒന്ന് പുറകോട്ട് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എന്തുമാത്രം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, എന്തുമാത്രം പ്രതികൂലങ്ങൾ കടന്നു വന്നു, എന്തുമാത്രം പ്രശ്നങ്ങൾ കടന്നു വന്നു. ഹല്ലേലൂയ, നമുക്ക് ഈ നല്ല ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയത്തില്ലയോ? അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ രക്ഷയുടെ പാനപാത്രം എടുത്ത് ഹല്ലേലൂയ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കുമെന്ന്. ഹല്ലേലൂയ, നേർച്ച എന്തുവാ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ, ആടിനെ കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ ആ യാഗം കഴിക്കുന്ന ഒന്നുമല്ല ഇവിടെ നേർച്ച. ഇവിടെ നേർച്ച എന്തെന്ന് ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ കടന്നു വന്ന് സകല ജനവും കാണുക നമ്മുടെ തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്ത ആ ദൈവത്തിൻ്റെ വിടുതലുകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ പറയുന്നത്. ആ ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന് ദൈവത്തെ സന്നിധിയിൽ ഒന്ന് ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ പറയുന്നതാ ഹല്ലേലൂയ നേർച്ച. ഹല്ലേലൂയ, സകല ജനവും
ജനവും കാണുക കഴിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ ഹല്ലേലൂയ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. ദൈവത്തിന് സ്തോത്രം. യഹോവ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. എന്താ ഉപകാരം? എൻ്റെ കണ്ണിനെ കണ്ണുനീർ, പ്രാണനെ മരണത്തിൽ എൻ്റെ കണ്ണിനെ കണ്ണുനീരുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കാലിനെ വീഴ്ചയിൽ നിന്നും അവൻ വിടിവിച്ചു. ദൈവത്തിന് സ്തോത്രം. അതാ തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ പറയുവാൻ കഴിയട്ടെ. പ്രിയമുള്ളവരെ, എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. നമ്മുടെ നല്ല നാഥനെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുമോ? ദൈവത്തിന് കർത്താവ് പറയുന്നു, ഞാൻ സ്നേഹിച്ചതുപോലെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പിതാവ് ദൈവത്തിന് ആദ്യം നമുക്ക് എങ്ങനെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുവാൻ നമുക്ക് പഠിക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവ് പറയുക, ഞാൻ പിതാവിനെ സ്നേഹിച്ചതുപോലെ നിങ്ങളും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എന്നെ സ്നേഹിപ്പീൻ, ദൈവത്തിന് എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് സ്നേഹിക്കുവാൻ കഴിയട്ടെ. കർത്താവിൻ്റെ പാദവീടെ കടന്നു വന്നു ഇരിക്കുവാൻ കഴിയട്ടെ. എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്തോ പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് എൻ്റെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? പ്രിയമുള്ളവരെ, ആ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട്, നന്മകളെ ഓർത്തുകൊണ്ട്, വിടുതലുകളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ കഴിയട്ടെ, പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവസന്നിധിയിൽ പറയുവാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വലിയവ ചെയ്യും. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും, നമുക്ക് വേണ്ടി വിടുതൽ അയക്കും, യാതൊരു സംശയവുമില്ല. അതാ ഈ സങ്കീർത്തനം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ നമുക്കതാ കാണുവാൻ കഴിയുന്നത്. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, നമുക്ക് ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നെന്നാണ് പറയുന്നത്. എൻ്റെ മനം, നമ്മൾ നമ്മോട് തന്നെ പറയുക, നീ സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, നമുക്ക് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. ഹല്ലേലൂയ. നീ സ്വസ്ഥമായിട്ടിരിക്കാനാണ് നമ്മളോട് തന്നെ ദൈവത്തിന് എന്താ പറയുന്നത്? യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞാൽ പറഞ്ഞത്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടിവിച്ചില്ല. അതാ ചെയ്ത ഉപകാരം. ദൈവത്തിന് സ്തോത്രം. എന്താ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തത്? പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിച്ചില്ലേ? കണ്ണിനെ കണ്ണുനീരിന്ന് വിടിവിച്ചില്ലേ? അല്ല, കാലിനെ വീഴ്ചയിൽ നിന്ന് വിടിവിച്ചില്ലയോ? നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ കർത്താവ് എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് എൻ്റെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. നമുക്കൊന്ന് പറയുവാൻ കഴിയട്ടെ. പ്രിയമുള്ളവരെ, ഈ വാക്യത്തിന് മുമ്പാകെ നമുക്കൊന്ന് സമർപ്പിക്കാം, നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നല്ല വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി നല്ലതൊരുക്കി വിടുതൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന കർത്താവ്, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.